ബാലരാമപുരം ദേവേന്ദു കൊലപാതക കേസ് പ്രതി ഹരികുമാർ കൊലപാതകം ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് പ്രദേശവാസികൾ. മറ്റാരെങ്കിലും കൃത്യത്തിന് കൂട്ടുനിന്നിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും പ്രദേശവാസികൾ മീഡിയ വണ്ണോട് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് ഈ ഹരികുമാർ എന്ന് പറയുന്ന പുള്ളി പേറ്റ് പറഞ്ഞിട്ടുണ്ട്, താനാണ് കുഞ്ഞിനെ കിണറ്റിലിട്ടെന്ന് പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് പുള്ളി കുഞ്ഞിനെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് സഹോദരി ശ്രീതു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉപദ്രവിക്കുമായില്ല? അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളോട് അവൻ വലിയ സ്നേഹം തന്നെയായിരുന്നു. മാമനെന്നൊക്കെ വിളിച്ച് തന്നെ കുട്ടികളും സംസാരിക്കണം കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർ പുറത്ത് പോകുമ്പോൾ ഇവർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും മൈൻഡുള്ളതാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യം വരില്ലല്ലോ. ശ്രീതുവിൻ്റെ അമ്മയും ഈ ഹരികുമാറും ഈ രണ്ട് കുഞ്ഞു കുട്ടികളുമായിട്ട് ഒരുമിച്ചൊക്കെയാണ് പോകുന്നത്. ഒറ്റയ്ക്ക് അങ്ങനെ പോണതായിട്ട് എനിക്കറിയില്ല. ഇവർക്ക് സാമ്പത്തിക പ്രശ്നമുള്ളതായി പറയുന്നുണ്ട്. അതുണ്ടായിരുന്നോ? സാമ്പത്തിക പ്രശ്നം ഇപ്പം ഇവർക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി. അവർക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ട്. അതായത് ഒരു മാസത്തെ 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെന്നാണ് ഇവിടെ മൊത്തം പറഞ്ഞിട്ട്. അത് അവർ ഈ രാഗിനി ചേച്ചിയും കൂടി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തന്നെ 10 ലക്ഷം രൂപ വരെ ഓരോരുത്തരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യം. അവരാരെങ്കിലും ഇവിടെ വരുമോ, പ്രശ്നം ഉണ്ടാക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തായിട്ട് അറിയോ? ഈ കടക്കാരെങ്കിലും വരുമോ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കടക്കാരിന്ന് വരും എന്ന് ചോദിക്കുന്നതല്ലാതെ ഒരു പ്രശ്നമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നല്ല മാന്യതയിലാണ്. നാളെ നീ കുട്ടി അവധി പറയും, അങ്ങനെ അങ്ങ് പോവേ ഉള്ളൂ. ഇവർ ഒരുപാട് കള്ളങ്ങളൊക്കെ ആളുകളടുത്ത് പറഞ്ഞിട്ടുണ്ട്, പൈസ വാങ്ങുന്നുണ്ട്. കള്ളം നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അച്ഛൻ്റെ ഒരു കാലിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരാളിന് കൊടുക്കാറുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളിന് ആ ഒരു പടം ഫോണിലങ്ങ് അയച്ചു കൊടുത്തിട്ട് ഇന്ന ഹോസ്പിറ്റലിലാണെന്ന് അവർ വരുത്തി തീർക്കണം. അങ്ങനത്തെ കള്ളങ്ങളുണ്ട്. ഈ ഹരികുമാർ എങ്ങനെയാണ് നാട്ടുകാരോടൊക്കെ സഹകരിക്കുന്ന ഒരാളാണോ? നാട്ടുകാർ അമ്പലം ഇതായിട്ടൊക്കെ നല്ല സഹകരണമുള്ള ആൾക്കാർ തന്നെയാണ്. അയാളാണ് ഇപ്പോൾ കൊന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ എടുത്ത് കിണറ്റിടാൻ വേണ്ടി വൈരാഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണോ അയാൾ? ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യില്ല. ഒറ്റയ്ക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരു മൈൻഡുള്ള ഒരു ഇതല്ല ഹരി. ഒറ്റയ്ക്ക് ചെയ്യില്ല. ഇത് അമ്മുമ്മയും കൂട്ട് കാണും, അമ്മയും കൂട്ട് നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ പുറത്തൊരാൾ ആരെങ്കിലും ഇത് കൂട്ടി നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊക്കെ വരുമായിരുന്നോ? നിങ്ങൾ ഇത്ര അടുത്തൊക്കെ നിൽക്കുന്ന ആളുകളല്ലേ, വരുമോ, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ ഈ കുഞ്ഞുമോള് വരും. പ്രസവിച്ച് ഒരു 4 മാസമൊക്കെ ആയപ്പോഴേ ഞങ്ങളതിൽ തരുമായിരുന്നു. മോളെ ഞങ്ങളിപ്പോൾ നെയ്യാറ്റിൻകര ഇപ്പം ദൂരെ നിന്ന് പഠിക്കുകയാണ്. അപ്പം വിളിക്കാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അപ്പോഴേ ഒരു കുഞ്ഞു കുപ്പി പാലുമായിട്ട് ഞങ്ങളെ തന്നു വിട്ടിട്ടുണ്ട്. 4-5 പ്രാവശ്യം തന്നു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകും. അതുപോലെ എൻ്റെ ഭർത്താവിനെ അപ്പാന്ന് വിളിക്കും, എന്നെ പേരെടുത്തേ വിളിക്കുകയുള്ളൂ. ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിൽ നാട്ടുകാരും വളരെയധികം വേദനയിലാണ്. കാരണം ഈ കുഞ്ഞുമകൾ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് വരികയും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ജീവനറ്റ നിലയിൽ കണ്ടെത്തിയപ്പോൾ നാട്ടുകാരെന്ന നിലയിൽ അവർക്കും അങ്ങേയറ്റം വേദന തന്നെയാണ് ഉള്ളത്. ഇത്രയും പെട്ടെന്ന് ഇതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ്. ഹരികുമാർ താനാണ് എന്ന് പറയുമ്പോഴും പോലീസ് പറയുന്നുണ്ട് ഹരികുമാർ മാത്രമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റ് ആരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളാണോ എന്ന് അന്വേഷിച്ച് വരികയാണ് എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും തന്നെ ഉടനെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.